കമ്പനി ഏതായാലും സെയിൽസ് കൂട്ടാനുള്ള ഒരു 3 ടിപ്സാണ് ഞാനിന്ന് പറഞ്ഞു തരുന്നത്. ഇൻഡസ്ട്രി ഏതും ആയിക്കോട്ടെ, എഡ്യൂക്കേഷൻ ആവാം, IT ആവാം, മാനുഫാക്ചറിങ് ആവാം, ബാങ്കിങ് ആവാം, ഫിനാൻസ് ആവാം, ഇൻഷുറൻസ് ആവാം, ഏതുമായിക്കോട്ടെ. സെയിൽസ് ടീമിൻ്റെ സ്ട്രെങ്ത് 1 ആവാം, 10 ആവാം, 100 ആവാം, ടോട്ടൽ സ്റ്റാഫിൻ്റെ സ്ട്രെങ്ത് എത്രയായിക്കോട്ടെ. നമുക്ക് സെയിൽസ് കൂട്ടാനുള്ളൊരു 3 ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമതായി വേണ്ടത് നമുക്ക് വാല്യൂ സെല്ലിംഗ് ആണ്. നമ്മുടെ പ്രോഡക്റ്റ് എന്തും ആയിക്കോട്ടെ, പ്രോഡക്റ്റ് ആയാലും സർവീസ് ആയാലും അതിൻ്റെ വാല്യൂ സെല്ലിംഗ് ആണ് വേണ്ടത്. വാല്യൂ സെല്ലിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫീച്ചേഴ്സ് വെറുതെ കസ്റ്റമേഴ്സിന് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാതെ നമുക്ക് ആ കസ്റ്റമേഴ്സിന് വേണ്ട കാര്യങ്ങൾ ആ പ്രോഡക്റ്റിൽ സർവീസിൽ അടങ്ങിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അവരുടെ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷനാണ് കൊടുക്കേണ്ടത്. അങ്ങനെ ആകുമ്പോൾ തന്നെ നമ്മുടെ ഒരു 75% ആ പ്രോഡക്റ്റ് സെല്ലായി കഴിയും. രണ്ടാമതായി വേണ്ടത് നമുക്ക് ആക്റ്റീവ് ലിസണിങ് ആണ്. ഈ പ്രോഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ് അവർക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അവർക്ക് അവരുടെ ആവശ്യം എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ അവരോട് നമുക്ക് നല്ലൊരു ആക്റ്റീവ് ലിസണർ ആവണം. അവരോട് ഇൻസൈറ്റ്ഫുള്ളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് അവർ പറയുന്നത് കേട്ടിട്ട് അവർക്കൊരു സൊല്യൂഷൻ കൊടുക്കണം. മൂന്നാമതായി വേണ്ടത് നമുക്ക് ഫോളോ അപ്പ് ആണ്. ഫോളോ അപ്പ് എന്ന് പറയുമ്പോൾ വെറുതെ ഫോളോ അപ്പ് അല്ല, സാർ എടുക്കുന്നുണ്ടോ, പ്രോഡക്റ്റ് എടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ സർവീസ് സാറിനെ ഞാൻ അന്ന് കോൺടാക്ട് ചെയ്തിരുന്നു, അങ്ങനെയല്ല. അവർക്ക് വേണ്ട സൊല്യൂഷൻ നമ്മൾ അന്ന് പറഞ്ഞതിൽ അന്നത്തെ കോൺവെർസേഷനിൽ കിട്ടിയോ എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കണം വേണ്ടത്. അത് അവർക്ക് ആ ഒരു എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ട് അല്ലെങ്കിൽ അതിൽ കുറച്ചുകൂടി ആഡ് ഓൺ ചെയ്യണം എന്ന് അവർ ആവശ്യപ്പെടുകയാണെങ്കിൽ അത് ചെയ്ത് കൊടുക്കാനുള്ള ഒരു സന്നദ്ധത ഈ ഫോളോ അപ്പിൽ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ അവർ ഈ പ്രോഡക്റ്റിൽ അട്രാക്റ്റ് ആവുകയുള്ളൂ. അപ്പം ഈ കാര്യങ്ങളൊക്കെ സെയിൽസ് ടീം, സെയിൽസ് ഹെഡ് ശ്രദ്ധിക്കുക. താങ്ക് യു സോ മച്ച്.